കാടും വന്യജീവികളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒരു പറ്റിയ സ്റ്റേ ആണ് ഈ ഗവി ഫോറസ്റ്റിൻ്റെ അകത്തുള്ള അടിപൊളി സ്റ്റേ. അപ്പോൾ ഞങ്ങൾ യാത്ര തുടങ്ങി പത്തനംതിട്ട വന്നിട്ട് നമ്മൾ നമ്മുടെ PWD ഗസ്റ്റ് ഹൗസിൽ റൂം എടുത്ത് താമസിച്ച് അവിടെ നേരെ രാവിലെ ആങ്ങമുഴി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് പോയി. ഈ പോകുന്ന റൂട്ടും അടിപൊളിയാണ്. ഗവിയിലേക്ക് ഒരു ദിവസം ഇവർ ഫോറസ്റ്റിൽ നിന്ന് കടത്തിവിടുന്ന 32 വാഹനങ്ങളാണ്. അതിന് നമ്മൾ ഓൺലൈൻ പാസ് എടുത്തിട്ടാണ് സാധാരണ രീതിയിൽ കടത്തിവിടുന്നത്. പക്ഷേ നമുക്ക് ഓൺലൈൻ പാസ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് നമ്മൾ ഒരു ഏജൻറ്റ് ത്രൂ നമ്മൾ പാസ് എടുപ്പിച്ചതായിരുന്നു. അപ്പോൾ നമ്മൾ ആങ്ങമുഴിയിൽ നിന്നാണ് നമ്മുടെ യാത്ര പിന്നെയും നമ്മൾ ആരംഭിക്കുന്നത്. ഈ കാടിൻ്റെ കൂടെ ഇപ്പം റോഡൊക്കെ നന്നായി സെറ്റാക്കി ചില ഏരിയകളൊക്കെ കുറച്ച് മോശമുണ്ട്. പക്ഷെ പോകുന്ന റോഡ് കംപ്ലീറ്റ് ആനപ്പിണ്ടങ്ങളൊക്കെ കളിയാണ്. കാരണം ഇവിടെ രാത്രി ആനകൾ ഭയങ്കരമായിട്ട് വിഹരിക്കുന്ന ഈ ഏരിയ ആണ്. അപ്പം നമ്മൾ ഫസ്റ്റ് പോകുന്ന പറഞ്ഞാൽ ഈ കക്കി ഡാമാണ്. കക്കി ഡാമിൽ നിന്ന് ഒന്ന് കറങ്ങിയിട്ട് അവിടെ കുറച്ച് ഫോട്ടോ എടുക്കുന്ന പോയിന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ കക്കി ഡാമിൻ്റെ ഈ ഒരു ഏരിയ എന്നുള്ള വ്യൂ അടിപൊളിയാണ്. നമുക്ക് സെൻട്രലിലൊരു ഐലൻഡൊക്കെ കണ്ടിട്ട് ഇവിടെ കുറച്ച് നല്ല അടിപൊളി കാഴ്ചകളും അതുപോലെ നല്ല ഫോട്ടോ എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം അവിടുന്ന് പിന്നെയും വണ്ടി എടുത്തിട്ട് നമ്മുടെ യാത്ര തുടർന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ആനപ്പിണ്ടങ്ങളെ ഒരു കളിയാണ് ഈ റോഡ് സൈഡ് കംപ്ലീറ്റ്. പിന്നെ അതുപോലെ ഈ സൈഡിലുള്ള പുൽമേട്ടും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല രസമാണ്. നമ്മൾ ഗവിയിലേക്ക് നോർമൽ രീതിക്ക് വരികയാണെങ്കിൽ KSRTC ബസ്സാണ് ഉപയോഗിക്കാൻ പറ്റുക. രാവിലെ കുമളിയിൽ നിന്ന് ഒരു 6:30 തോന്നുന്നു ഈ ബസ് ഉള്ളത്. അത് നേരെ പോയി പത്തനംതിട്ട പോയി പിന്നെ അവിടുന്ന് തിരിച്ചിട്ട് 3:30 തിരിച്ചു വരുന്നത്. അപ്പോൾ നമ്മൾ ഗവിയിലേക്കുള്ള ലാസ്റ്റ് ചെക്ക് പോസ്റ്റും കയറി. ഇനി ഈ ചെക്ക് പോസ്റ്റ് കയറി കഴിഞ്ഞാൽ അതിലൂടെ തിക്ക് ഫോറസ്റ്റാണ്. നമ്മളെ ഡെസ്റ്റിനേഷൻ എത്തുന്ന മുമ്പുള്ള ലാസ്റ്റ് ഡാമാണ് ഈ ഒരു ഗവി ഡാം. ഇത് മുമ്പത്തെ അത്ര ഒരു പബ്ലിക്കിന് ഓപ്പൺ അല്ലായിരുന്നു. ഇപ്പോൾ ഇവിടെ അടിപൊളി സെറ്റാക്കി പബ്ലിക്കിനൊക്കെ ഓപ്പണിംഗ് ഉണ്ട്. അതുപോലെ ഇവിടെ ബോട്ട് റൈഡിങ്ങും കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഫോറസ്റ്റിൻ്റെ കോട്ടേജസ് ഉണ്ട്. പെർ ഹെഡ് എനിക്ക് തോന്നുന്നു 4500 തോന്നുന്നു. പിന്നെ അതിൽ ഇവർ ഈ റിവർ റാഫ്റ്റിംഗ് അതുപോലെ ചെറിയ ട്രക്കിങ് കാര്യങ്ങളൊക്കെ ഉൾപ്പെടും. പക്ഷേ അത് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ കുറേ പ്രാവശ്യം ട്രൈ ചെയ്തായിരുന്നു ബുക്കിങ്ങിന് വേണ്ടിയിട്ട്. പക്ഷേ ബുക്കിംഗ് എല്ലാം ഫുള്ളാണ്. നമ്മൾ ഈ ന്യൂ ഇയർ അടുപ്പിച്ചിട്ടുള്ള യാത്ര ചെയ്തുകൊണ്ട് കുറേ ബുക്കിംഗ് ആണ്. അപ്പം അവർ പറഞ്ഞു ജനുവരി 4 വരെ ഫുൾ ബുക്കിംഗ് ആണ്. അപ്പം അത് കിട്ടാൻ ചാൻസ് ഇല്ലയെന്ന്. അപ്പം നമ്മൾ അവിടെ നിന്ന് യാത്ര തുടർന്ന് നല്ലൊരു പുൽമേട്ടിലെത്തി. ഈ പുൽമേട്ടിൽ കുറേ നല്ല നല്ല കാഴ്ചകളാണ്. നമ്മൾ നേരെ കുറച്ച് സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ശബരിമല ഒരു ഏരിയേൻ്റെ ആ ഒരു ഇതാണ് കാണാൻ പറ്റുന്നത് നമുക്കിവിടെ. പക്ഷേ ഇവിടെ സൂക്ഷിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇവിടെ ഇറങ്ങിയിട്ട് താഴത്തോട്ടോ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലോട്ടോ പോകരുത്. കുറച്ച് മുമ്പ് എനിക്കൊന്നൊരു 4-5 മാസം മുമ്പേ ഗുജറാത്തിലുള്ള ഏതൊരു ഫാമിലി വന്നിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കുന്നിൻ മുകളിലേക്ക് പോവുകയും അവരെ ആന ചവിട്ടി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ പോകരുതെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ബാരിക്കേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും യാത്ര പോകുന്ന ആൾക്കാർ കാടിനെ നമ്മൾ ബഹുമാനിച്ച് കാടിൻ്റെ മര്യാദകളെല്ലാം പാലിച്ച് യാത്ര ചെയ്യാൻ പോവുക. അപ്പം നമ്മൾ പിന്നെ ഈ ഗവി ഡാമിൽ നിന്ന് കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പോകാനുള്ള ഈ ബംഗ്ലാവിലേക്കുള്ള റോഡ് വന്ന് ഒരു മണ്ണിട്ട റോഡാണ് ഇതിലേക്ക് പോകാനുള്ളത്. സാമാന്യം എല്ലാ വണ്ടികളും ഇത് കൂടെ പോകും. ചെറിയൊരു ഓഫ് റോഡാണ്. വളരെ കെയർ ചെയ്തിട്ട് ഡ്രൈവ് ചെയ്യണം. വണ്ടിയുടെ അടി തട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. ശരിക്കും ജീപ്പ് സഫാരിക്കാണ് ഇതിൽ ബെസ്റ്റ്. ജീപ്പൊക്കെ ആണെങ്കിൽ അടിപൊളിയായിട്ട് പോകും. ഞങ്ങളത് ഇന്നോവ ആയിരുന്നു. അപ്പം ചെറുതായിട്ട് അടി തട്ടുന്നുണ്ടായിരുന്നു. എന്നാലും നമ്മൾ കെയർഫുള്ളായിട്ട് ഡ്രൈവ് ചെയ്തിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയി. ഇതും നല്ലൊരു തിക്ക് ഏരിയ കേട്ടോ. ഫോറസ്റ്റ് ആണ്. ഇവിടെ നിന്ന് ഇറങ്ങിയേ ചെയ്യരുത്. ഇറങ്ങിയിട്ട് ഫോട്ടോ എടുക്കുകയോ ചെയ്യരുത്. അങ്ങനെ ആനിമൽസിൻ്റെ പ്രസൻസ് എവിടെയാണ് ഉണ്ടാവുക നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ ഒടുവിൽ ഞങ്ങളെ ബംഗ്ലാവിൽ എത്തിച്ചേർന്ന്. ഇതൊരു പഴയ ബ്രിട്ടീഷ് ബംഗ്ലാവാണ്. ഓൾമോസ്റ്റ് ഒരു 150 ഇയേഴ്സിൻ്റെ മുകളിൽ പഴക്കമുണ്ടെന്നാണ് നമ്മളോട് പറഞ്ഞത്. ഇതുപോലൊരു പ്രോപ്പർട്ടി പിന്നെ ഗവിക്കുള്ളിൽ അങ്ങനെ ഇല്ല. ഇതൊരു അടിപൊളി പ്രോപ്പർട്ടിയാണ്. നല്ല പോലെ ഒരു മെയിൻറ്റെയിൻ ചെയ്ത പ്രോപ്പർട്ടിയാണ്. അതിൻ്റെ ലോൺസും അതുപോലെ ആ ഒരു സ്ട്രക്ചറൊക്കെ ഇവർ നല്ല മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 150 വർഷം പഴക്കമുള്ള സംഭവമല്ലേ. അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു അടിപൊളി നമുക്കൊരു ഫീലിംഗ് അവിടെ കിട്ടും ആ ഒരു താമസിക്കാനുള്ള. അതുപോലെ ഇൻറ്റീരിയറൊക്കെ അവർ അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പഴയ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ എനിക്ക് തോന്നുന്നത് 4 റൂംസാണ് ഉള്ളത്. 4 റൂംസും അടിപൊളിയാണ്. അതിൻ്റെ ഇൻറ്റീരിയറൊക്കെ നമുക്ക് ആ ഒരു പഴമയുടെ കാര്യങ്ങളൊക്കെ അതുപോലെ ഇവിടെ പണ്ട് താമസിച്ച ബ്രിട്ടീഷ് ആളെ ഫോട്ടോഗ്രാഫും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പാക്കേജിൽ ഇവർ ഇതിൻ്റെ ഫുഡും അടിപൊളി ഫുഡും അതായത് നൈറ്റിലൊരു ഫുഡും അതുപോലെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും ഈ ഒരു പാക്കേജിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ക്യാമ്പ് ഫയറും ഉണ്ട്. അതുപോലെ നൈറ്റിലൊരു ജീപ്പ് സഫാരി ഉണ്ട്. കാരണം ഈ ഒരു പ്രോപ്പർട്ടി നിൽക്കുന്നത് 504 ഏക്കർ ഏലത്തോട്ടത്തിലാണ്. അപ്പോൾ ഈ ഏലത്തോട്ടത്തിൽ കൂടെ രാത്രി
ഒരു ജീപ്പ് സഫാരി കൂടി ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. മൃഗങ്ങളൊക്കെ സ്പോട്ട് ചെയ്യാൻ ചാൻസ് കുറവാണ്, ലൈക്ക് മാനിനൊക്കെ കണ്ടെങ്കിലായി എന്നാണ് അവർ പറഞ്ഞത്. കാരണം ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ഇവർ ഫെൻസ് ചെയ്താണ്, ഇലക്ട്രിക് ഫെൻസാണ്. അപ്പോൾ ആന അതുപോലെ അങ്ങനത്തെ മൃഗങ്ങളൊന്നും ഇവിടേക്ക് വരാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഏകദേശം ഒരു 9-9:30 ആയപ്പോൾ നമ്മളെ ഈ ഒരു ജീപ്പ് സഫാരിക്കുള്ള സംഭവം സെറ്റായി. ഒരു ജീപ്പ് ഓപ്പൺ ജീപ്പാണ്. ഓപ്പൺ ജീപ്പിൽ ഇവർ ജസ്റ്റ് അങ്ങോട്ട് കയറി ഈ ഫാമിലേക്കുള്ള, അതായത് ഏലത്തോട്ടത്തിലേക്കുള്ള ഒരു ഗേറ്റ് ഉണ്ട്. പല ഗേറ്റുകളുണ്ട്, അതിൽ ഫസ്റ്റ് ഗേറ്റാണ് ഇവർ ഓപ്പൺ ചെയ്തത്. നല്ല ഒരു ഓഫ് റോഡാണ് കേട്ടോ. അടിപൊളി ഡ്രൈവറാണ് അയാൾ, അടിപൊളിയായിട്ട് സംഭവം മാനേജ് ചെയ്ത്. പക്ഷേ ഞങ്ങൾക്ക് കാര്യമായിട്ടൊരു ആനിമൽസിനൊന്നും കാണാൻ കഴിയില്ല. ഒരു സാമ്പാടിയർ അവിടെ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു, ജസ്റ്റ് ഞങ്ങൾ കണ്ടു. പക്ഷേ വീഡിയോയിൽ നമുക്ക് അത് ക്യാപ്ചർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ എന്നാലും നമുക്ക് നല്ലൊരു അനുഭവം കേട്ടോ. ഈ ഒരു ചെറിയ മീഡിയം തണുപ്പുണ്ട്, ഒരു 15 to 16 ഡിഗ്രി തണുപ്പുണ്ട്. അപ്പോൾ ആ തണുപ്പത്ത് രാത്രി ഇങ്ങനെ ഒരു ജീപ്പ് സഫാരി പോകാൻ അങ്ങനെ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് അടിപൊളിയാണ്. ജീപ്പ് സഫാരി കഴിഞ്ഞ് വന്നപ്പോഴേക്ക് ഇവർ ക്യാമ്പ് ഫയർ ഒക്കെ റെഡി ആക്കിയിരുന്ന് അടിപൊളി സെറ്റപ്പാണ്. നമുക്ക് ഈ ഒരു ചെറിയ തണുപ്പത്ത് ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചൊക്കെ ഇരിക്കാൻ. അതുപോലെ അത് കഴിഞ്ഞപ്പോൾ നമുക്കുള്ള ഫുഡ് റെഡിയാക്കി. നല്ല അടിപൊളി ബീഫ് വരട്ടിയത്, അതുപോലെ ചിക്കൻ പെപ്പർ ഫ്രൈ കാര്യങ്ങളൊക്കെയാണ്, ചപ്പാത്തി വെള്ളപ്പം കാര്യങ്ങളൊക്കെയാണ്. അടിപൊളി ഫുഡാണ്. അത് കഴിഞ്ഞ് നമ്മൾ അന്നത്തെ ദിവസം ജസ്റ്റ് ഉറങ്ങി. രാവിലെ എണീറ്റപ്പോഴുള്ളൊരു വ്യൂ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടത്തേക്കുള്ള പണിക്കാരൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഏലത്തോട്ടത്തിലേക്കുള്ള അടിപൊളി ഒരു മോർണിംഗ് വ്യൂ ആണിത്. നമ്മൾ താമസിക്കുന്ന പ്രോപ്പർട്ടീൻ്റെ ഒരു അപ്പുറത്തായിട്ട് ഒരു ഏലത്തോട്ടമുണ്ട്. ആ ഏലത്തോട്ടത്തിൽ കൂടെ താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ അടിപൊളി ഒരു വെള്ളച്ചാട്ടം ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ കുളിക്കാൻ. ചെറിയ വെള്ളച്ചാട്ടമാണ്, പക്ഷെ അടിപൊളിയായിരിക്കും. നമുക്കൊന്ന് നോക്കി വെക്കാം, വാ. അതിരാവിലെ ഈ ഒരു ഏലത്തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെയുള്ള യാത്ര അടിപൊളിയാണ് കേട്ടോ. ആ ഒരു ഏലത്തിൻ്റെ ഒരു ഫ്ലേവറൊക്കെ ശരിക്ക് നമുക്ക് അടിക്കും. അങ്ങനെ കുട്ടികളൊക്കെ നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു നടക്കാൻ വേണ്ടിയിട്ട്. ഈ വെള്ളച്ചാട്ടത്തോടൊപ്പം അയറിയും ജാനിയും ഒക്കെ നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു. ശരിക്കും നമ്മൾ ഈ ഒരു ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഏതെങ്കിലും ഒരു റിസോർട്ട് പോയി നിന്നിട്ട് ജസ്റ്റ് ഒരു ഫുഡ് കഴിച്ച് അതുപോലെ കുറച്ച് ഡാൻസ് കളിച്ച് പോരുന്നതല്ല ഫോറസ്റ്റ്. ഇതുപോലെ കാടിൻ്റെ ഉള്ളിലേക്ക് അതുപോലെ തോട്ടങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളിയാണ്. പിള്ളേർക്കൊക്കെ ഒരു ഭയങ്കര ഡിഫറെൻറ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം അവരൊക്കെ ഇതൊരു ഫസ്റ്റ് ടൈം കാണില്ലേ ഇങ്ങനത്തെ ഒരു ഫോറസ്റ്റ്. അതുപോലെ നമുക്ക് അവർക്ക് കുറേ കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുക, മൃഗങ്ങളെ പരിചയപ്പെടുത്തി കൊടുക്കുക, കുറേ ചെടികളെ പറ്റി പറഞ്ഞു കൊടുക്കുക. അടിപൊളിയാണ്. അവരും വളരെ എക്സൈറ്റഡ് ആണ്. അപ്പം നമുക്ക് ലൊക്കേഷൻ കാണിക്കാൻ വന്നത് ഈ ഏലത്തോട്ടത്തിലുള്ള, അതായത് ഈ റിസോർട്ടിൻ്റെ തന്നെ ഉള്ള ഒരു പണിക്കാരാണ് കേശുഭായി. അയാൾ ഏകദേശം ഒരു 10-12 വർഷമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ പുള്ളി പറഞ്ഞു ആദ്യമൊക്കെ ആനകൾ വരലുണ്ടായിരുന്നു, പിന്നെ ഇവർ ഈ ഫെൻസൊക്കെ ചെയ്തതിനു ശേഷം ആനകളെ ശല്യം കുറഞ്ഞു. കാരണം നമുക്ക് ശരിക്കും ഈ ആനകളെ കാണാനൊക്കെ ഉള്ളത് ഭയങ്കര ആഗ്രഹം. പക്ഷേ അതിൻ്റെ മുകളിൽ ഭയങ്കരമായിട്ട് ദുരിതം അനുഭവിക്കുന്ന ഈ തോട്ടം തൊഴിലാളികളാണ്. കാരണം നമുക്ക് കണ്ടുപോയാൽ മതി, പക്ഷെ അതിൻ്റെ കോൺസിക്വൻസ് ഒക്കെ ഇവരാണ് അനുഭവിക്കുന്നത്.
ഈ ഒരു ഏലത്തോട്ടം എന്ന് പറഞ്ഞാൽ നമ്മളൊരു 2 ആളുകളെ ഹൈറ്റിലുണ്ടാവും ഈ ഏലത്തിൻ്റെ ചെടികൾ. അപ്പോൾ അതിൽ നിറയെ ഏലങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഓരോ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകാൻ വേണ്ടിയിട്ട് പറഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഓരോന്നിങ്ങനെ വകഞ്ഞ് മാറ്റി പോകാന്ന് കഴിഞ്ഞാൽ. അങ്ങനെ അവിടുന്ന് ഒരു 100-150 മീറ്റർ മാറി നടന്നപ്പോൾ ലാസ്റ്റ് ഞങ്ങളുടെ ഈ ഒരു ലൊക്കേഷനിലെത്തി. അതിൻ്റെ ആ ഒരു വെള്ളങ്ങൾ എന്താ പറയുക, വെള്ളം ചാടുന്ന ഒരു സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു കുളിർമയാണ്. ആഹാ, എന്താ രസം. ചെറിയൊരു അരുവി കേട്ടോ, ചെറിയൊരു അരുവിയാണ്. നമുക്ക് കുളിക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷേ വെള്ളത്തിൻ്റെ ഒരു തണുപ്പ് തൊട്ട് നോക്കിയപ്പോൾ നല്ലൊരു തണുപ്പ്. അതുകൊണ്ട് നമ്മൾ കുളിക്കാനുള്ള പ്ലാന് നമ്മൾ മാറ്റി വെച്ച് ഒരു 5-10 മിനിറ്റ് അവിടെ സ്പെൻഡ് ചെയ്യാൻ വിചാരിച്ചു. ഈ ഒരു വ്യൂ ഒക്കെ എന്ത് രസം നോക്കിയേ കണ്ടോ. വെള്ളം ഈ പ്യുവർ വാട്ടർ, നമുക്ക് എന്താ പറയുക, കുടിക്കുക കാര്യങ്ങളൊക്കെ ചെയ്യാം. നല്ല പ്യുവർ വാട്ടർ. അവിടെ തന്നെ നിൽക്കാൻ തന്നെ ഒരു ഭയങ്കര സുഖമാണ്. ഒരു തണുപ്പും അതുപോലെ ആ ഒരു വെള്ളം ചാടുന്ന സൗണ്ടും പാറക്കൂട്ടങ്ങളൊക്കെ ആയിട്ട് അവിടെ നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് പോരാൻ തോന്നത്തില്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ ആനിമലിൻ്റെ ഒക്കെ റിസ്ക് ഉള്ളത് കൊണ്ട് നമുക്ക് അധിക നേരം അവിടെ നിൽക്കാൻ പറ്റില്ല. കാരണം എന്താണ് എവിടെയാണെന്നും നമുക്കൊന്നും അറിയില്ല. അപ്പം നമ്മൾ അധികം നേരം നിന്നിട്ടില്ല. കാരണം പിള്ളേരൊക്കെ നമ്മളെ കൂടെ ഉള്ളതുകൊണ്ട് അവരൊക്കെ സേഫ്റ്റി നോക്കണമല്ലോ. അപ്പോൾ നമ്മൾ അവിടെ ഒരു ഓൾമോസ്റ്റ് ഒരു 10 മിനിറ്റൊക്കെ സ്പെൻഡ് ചെയ്തതിനു ശേഷം ഞങ്ങൾ തിരിച്ച് മുകളിലോട്ട് കയറാൻ തുടങ്ങി. കയറുന്നതും ഈ സെയിം ഏലത്തോട്ടത്തിൽ കൂടെ ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ് ഇങ്ങനെ വരണം. അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആട്ടോ അത്. അപ്പോൾ നമ്മൾ തിരിച്ച് വരുന്നപ്പോഴേക്ക് നമുക്കുള്ള കാപ്പിയൊക്കെ റെഡി ആയി. ഞാനൊരു കാപ്പി എടുത്തിട്ട് പതുക്കെ താഴത്തേക്കുള്ളൊരു ലോൺ ഉണ്ട്, അവിടെ പോയിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയി. അടിപൊളിയാണ് ഈ ഒരു ഇവിടെ ഇരുന്നിട്ടൊരു കാപ്പി കുടിച്ചിരിക്കുക എന്നാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കാപ്പി കൂടിയൊക്കെ കഴിയുമ്പോഴേക്ക് നമുക്ക് ചെക്കൗട്ടിലെ ടൈമായിട്ടുണ്ട്. ചെക്കൗട്ട് ചെയ്തിട്ട് നമുക്ക് നേരെ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് നേരെ കമ്പന്തേനി ജസ്റ്റ് ഒരു മുന്തിരി തോട്ടങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഏതായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് ആ റൂട്ടിലൊക്കെ പോയിട്ട് കുറച്ച് മുന്തിരി തോട്ടങ്ങളൊക്കെ പിള്ളേരെ കാണിക്കുക എന്നുള്ള പ്ലാനിലാണ് ഞങ്ങൾ ചെക്കൗട്ട് ചെയ്തത്. അപ്പോൾ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് ഞങ്ങൾക്ക്. ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയാണ്, നല്ല പുട്ടും അതുപോലെ വെള്ളപ്പം പിന്നെ അതുപോലെ കടലക്കറിയൊക്കെ. അത് നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ നമ്മൾ ചെക്കൗട്ട് ചെയ്തിട്ട് ജസ്റ്റ് പോകുമ്പോഴുള്ള കാഴ്ചകളാണ്, ആ സൈഡിലുള്ള കാഴ്ചകളാണ് ഇതൊക്കെ. അപ്പം നിങ്ങൾക്കൊക്കെ ആർക്കെങ്കിലും ഇവിടെ വരാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഈ നമ്പർ കൊടുക്കാൻ ഡിസ്ക്രിപ്ഷനിൽ, അവരെ കോൺടാക്ട് ചെയ്തിട്ട് റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ച് ഫിക്സ് ചെയ്തിട്ട് വരാം. അപ്പം ചില ടൈമിൽ നമുക്ക് യാത്ര ചെയ്യുമ്പോൾ ആനകളെ കാണാൻ പറ്റും. പക്ഷേ ഞങ്ങൾക്ക് ഇന്ന് അൺഫോർച്ചുനേറ്റ്ലി ആനപ്പിണ്ടങ്ങൾ മാത്രമേ കാണാൻ കഴിയുന്നത്. കണ്ടില്ലേ, വഴികളിലൊക്കെ നല്ല ആനപ്പിണ്ടങ്ങളുണ്ട്, ആനകളെ കാണാൻ കഴിഞ്ഞില്ല. അപ്പം നിങ്ങളൊക്കെ മസ്റ്റായിട്ട് പ്ലാൻ ചെയ്യുക, എൻജോയ് ചെയ്യുക. ബൈ.